റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഹേസും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ 5ാമത്തെ നോമ്പാണ്. നോമ്പിൻ്റെ അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റതാണ്. ഇപ്പോൾ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഹേസുട്ടൻ എന്തായാലും ഉറക്കമാണ്, അതുകൊണ്ട് ബഹളമൊന്നും വെക്കാതെ പതുക്കെയാണ് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇത്തായൊക്കെ വന്നപ്പോൾ ഒരുപാട് ദോശയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ അത്താഴത്തിന് വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയും ദോശയും ഒക്കെ ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്, എന്ന് നമസ്കരിച്ചിട്ടുണ്ടായിരുന്ന പുതിയ മുസല്ല വെച്ചിട്ടാണ്. ഇന്നലെ മച്ച വന്നപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തതിൻ്റെ അലർജി ആയിട്ട് കണ്ണ് നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പുതിയ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, അലർജി ഒരു പ്രശ്നമുള്ളത് കൊണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കണ്ണ് വിജൃംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചി അമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ട്. അവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമസ്കരിച്ചിട്ട് കിടക്കുകയാണ്. ഇന്നലെ കിടന്ന സമയത്ത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വോയിസ് ഓവറൊക്കെ ചെയ്ത് പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് കിടന്ന സമയത്ത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് കാണുന്നവരോ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ, എങ്കിൽ മാത്രമേ പുതിയ വ്യൂവേഴ്സിലോട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ വീഡിയോസ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഉമ്മച്ചി കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന ആച്ചയൊക്കെ നന്നായിട്ട് വിളഞ്ഞ് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ലേറ്റ് ആയിട്ടാണ് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മയങ്ങിയിട്ട് പിന്നീട് ഹേസൂട്ടന് ഫുഡ് കൊടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നച്ചുമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിയുടെ ഇളയ അനിയത്തിയാണ് നച്ചുമ്മ. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വാപ്പച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഹേസൂട്ടന് ചോക്ലേറ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹേസു ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ നച്ചുമ്മ. അത് ജനിച്ചു കഴിഞ്ഞ ആ സമയം മുതൽ ഹേസു ഭയങ്കര കാര്യമാണ് നച്ചുമ്മ അടുത്ത്. അപ്പോൾ നച്ചുമ്മ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കൊച്ചാപ്പ ഇറങ്ങാത്തത് കൊണ്ട് ഒരാൾ അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊച്ചാപ്പാക്കൊരു കോൾ വന്നതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്ന് കോൾ ചെയ്യുമായിരുന്നേ. അതിനുശേഷം കൊച്ചാപ്പായി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വന്നിട്ടുള്ളതല്ല, ഹേസുട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബാക്കി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എത്തി നോക്കും. അപ്പോൾ നച്ചുമ്മ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൊച്ചാപ്പായെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിനുശേഷം ഹേസുട്ടൻ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറും തോരനും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചോറ് കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഒരു മുളക് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. സ്വന്തമായിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാരി കൊടുക്കാനായിട്ട് ഞാൻ പോയ സമയത്ത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കഴിച്ചതാണ്. ആദ്യം തന്നെ മുളക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നേ കുറേ നേരം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നച്ചുമ്മയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചാപ്പാക്ക് അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആര് പോയി കഴിഞ്ഞാൽ ഉമ്മയൊക്കെ കൊടുക്കാറുണ്ട്. നച്ചുമ്മ അടുത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും ഉമ്മ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നച്ചുമ്മയൊക്കെ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കളിപ്പിച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും പോകുന്ന സമയത്ത് ഇത്രയൊന്നും സങ്കടമാണ്. അതിനുശേഷം കുറേ നേരം പോയി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയെ. അവർ പോയി കഴിഞ്ഞാൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയെ. അപ്പോൾ സങ്കടമാണ് കക്ഷിക്ക് ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ. ഇന്നലെ ഇത്തായും മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വോൾട്ടേജ് പോയ പോലെ അവിടെ ഇവിടെയും ചെന്ന് നിന്ന് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ വിഷമമാണ്. അത് നമ്മളാണെന്നുണ്ടെങ്കിൽ അതുപോലെയാണ്. ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. ഇപ്പോൾ വാപ്പച്ചിക്ക് വയ്യാത്തത് കൊണ്ട് ആകെ ഒരു ശോകമൂകമാണ് വീട്. പിന്നെ ഹേസുട്ടൻ്റെ ബഹളമാണ് ആകെ ഉള്ളൊരു റിലീഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രണ്ടിൽ നിന്നു. ഞാൻ കിളിയുടെ സൈഡിലോട്ടൊന്ന് പോയ സമയത്തിന് കാറിൻ്റെ സൈലൻസറിൽ കൈയൊക്കെ ഇട്ട് കരിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നേ. ഒരു സെക്കൻഡ് എവിടെയും നിർത്താനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം തന്നെ എന്തെങ്കിലും പരിപാടിയാക്കി വെക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നിന്നിട്ട് ഉറക്കം വന്നിട്ട് പിന്നെ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നേ. അങ്ങനെ കൈയൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇഫ്താറിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ തേങ്ങ തിരുകാനായിട്ട് പോകുന്ന സമയത്ത് 2 ആളും എൻ്റെ കൂടെ വരുവേ. 2 പൂച്ചകൾക്കും തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു പൂച്ചയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തൊടാനൊന്നും നിൽക്കില്ല. എന്നെ കാണുന്ന സമയത്ത് തന്നെ ഓടിക്കളയും. പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കുകയെ. ഹേസൂട്ടൻ്റെ അടുത്ത് തൊടാനൊക്കെ നിൽക്കുക. അവൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടാണ്. എൻ്റെ അടുത്ത് എന്തോ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് നിൽക്കും. പക്ഷേ
അല്ലാണ്ട് വലിയ ഇണക്കമൊന്നുമില്ല കേട്ടോ. വലിയ പൂച്ച അങ്ങനെ തന്നെയാണ്, നമ്മൾ വലുതായിട്ട് അടുപ്പിക്കാത്തതാണ്. പക്ഷേ ഹേസൂട്ടൻ്റെ അടുത്ത് എന്തോ രണ്ടുപേരും നല്ല മിണ്ടാതെയൊക്കെ പിടിക്കാനാണെന്നുണ്ടെങ്കിലും നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ച് പേടിയായിരുന്നു. പൂച്ചയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു, അവനെ മാത്രം ഒന്നും ചെയ്യാറില്ല ഇതുവരെയും. ചെയ്യാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ തിരുകി. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പണിയാണ് ഈ ഒരു തേങ്ങ തിരുകൽ. പിന്നെ മീനിൻ്റെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ വേറെ വഴിയില്ല. മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ വാപ്പച്ചിക്ക് ഇപ്പോൾ എരിവ് ഭയങ്കര പ്രശ്നമാണ്. മെഡിസിനൊക്കെ കഴിച്ചിട്ട് തൊണ്ടയൊക്കെ ചുമ വന്ന് ആകെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും വാപ്പച്ചി കരുതിയിട്ട് എരിവ് കുറയ്ക്കാറുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കഞ്ഞിയോ അല്ലെങ്കിൽ ഓട്സോ ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല മഴ പെയ്തതുകൊണ്ട് എല്ലാത്തിലും പൂവൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയിൽ പൂവ് വന്നിട്ടുണ്ട്. പിന്നെ കോഴികൾ കുറേശ്ശെ ആയിട്ട് മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മാങ്ങ മാത്രം ഇങ്ങനെ എന്നും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2-3 എണ്ണം അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് എല്ലാം തറയിൽ കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട്. അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ ഒരു കരിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കരിക്കെടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെട്ടിയ സമയത്താണ് അതൊരു തേങ്ങയായിരുന്നു ഗൈസ്. പിന്നെ വെള്ളം എടുത്ത് കരിക്ക് പിന്നെ വേറെ എന്തിനെങ്കിലും അപ്പത്തിനൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹേസൂട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. കരഞ്ഞാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. കാരണം എന്നെയും ഉമ്മച്ചിയും കണ്ടില്ല. ഉമ്മച്ചിയും ഞാനും കിച്ചണിലായിരുന്നു. ഉമ്മച്ചി അകത്തെ കിച്ചണിലും ഞാൻ പുറത്തെ കിച്ചണിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നീട് കരിക്കൊക്കെ പൊതിച്ച് എടുത്ത സമയത്ത് ആണ് മനസ്സിലായത് കരിക്കല്ല, കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള തേങ്ങയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഷേക്ക് അടിക്കാനായിട്ട് പറ്റില്ല. അതുമല്ല കറണ്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഇന്ന്. 2-3 ദിവസം കൊണ്ട് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അതൊരു 10 മിനിറ്റ് മാത്രമല്ല, അതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് കേട്ടോ വരാനായിട്ട്. ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മിക്സിയിലൊക്കെ ഈ ഒരു നോമ്പ് ടൈം ആവുന്ന സമയത്ത്, മഗ്‌രിബിൻ്റെ ടൈമിൽ, അതായത് വൈകുന്നേരങ്ങളിലും സുബൈയുടെ ടൈമിലൊക്കെ ആണല്ലോ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അടുത്തടുത്തായിട്ട് ഇപ്പോൾ കറണ്ട് പോകുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ലാസ്റ്റൊക്കെ ാണ്. അതായത് ഫ്രൂട്ട്സ്, ജ്യൂസൊക്കെ, മെയിൻ ഫുഡൊക്കെ പിന്നെ നമ്മൾ നേരത്തെയൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് പണി കിട്ടിയോണ്ട് ജ്യൂസൊന്നും അടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നാരങ്ങ എടുത്തിട്ട് അത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ചിയാ സീഡൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വാട്ടർ മെലൺ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പേരക്കയും, എൻ്റെ ഫേവറേറ്റ് പേരക്കയും മുന്തിരിയും തണ്ണിമത്തനും ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസൂട്ടനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹേസൂട്ടൻ ഒരു പരുവമായിട്ട് നിൽക്കുകയായിരുന്നു. കാരണം ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് ഭയങ്കര ബഹളമൊക്കെ കാണിച്ചതുകൊണ്ട് ഞാനൊരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ കൊടുത്ത് പിറ മൊത്തമൊക്കെ ആക്കി. അങ്ങനെ പിന്നെ ഞാൻ കുളിപ്പിച്ച് കുട്ടപ്പനായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും പോയി കുളിച്ചിട്ടുണ്ടായിരുന്നേ. കുളിച്ചിട്ട് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. നോമ്പൊക്കെ തുറക്കാനായിട്ട് ഒരു 1-2 മിനിറ്റിന് തൊട്ട് മുമ്പായിട്ടാണ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് നോമ്പ് തുറക്കുന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ നോമ്പൊക്കെ തുറന്നു. എന്നെ പോലെ തന്നെയാണ് കേട്ടോ. പേരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് മാത്രം, ചില സമയത്ത് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഒരു ഫ്രൂട്ടും ഇഷ്ടമല്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ആപ്പിളൊക്കെ ഇഷ്ടമാണ്. ചില സമയത്ത് മുന്തിരി ഇഷ്ടമാണ്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത സമയങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. അവന് തോന്നുന്ന സമയത്ത് മാത്രമേ കഴിക്കുള്ളൂ. ഫ്രൂട്ട്സൊക്കെ വളരെ കുറവാണ്. അവിടെ നിന്ന സമയത്തും സ്ട്രോബെറി മാത്രമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. പിന്നീട് സ്ട്രോബെറിയും എടുത്തിട്ട് വാട്ടർ മെലൺ മാത്രമായി. അങ്ങനെ സീസണലായിട്ട് മാറിക്കൊണ്ടേയിരിക്കും കുട്ടിക്ക്. അങ്ങനെ ഫുഡ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചതിനൊക്കെ ശേഷം ഇക്കായെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നോമ്പ് തുറക്കലിൻ്റെ പരിപാടിയിലൊക്കെയാണ്, അതുകൊണ്ട് ബിസി ആയിരുന്നു, എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ രണ്ടുപേരും കുറച്ച് സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇന്ന് ചൂര മീൻ കറിയും ചോറും കപ്പയും തോരനും ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ വേവിച്ചതായിരുന്നു കേട്ടോ. ഇതുപോലെ വേവിച്ച കപ്പയായിരുന്നു, ഉടച്ചതായിരുന്നില്ല. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ പിന്നെ ചോറ് കഴിച്ചില്ല. ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വാപ്പച്ചിക്കും കൂടെ കഴിക്കണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്കൊക്കെ വലിയ കളറില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മച്ചിയുടെ കറികൾ നല്ല കളർഫുള്ളാണ് കേട്ടോ. നല്ല റെഡ് കളറൊക്കെയാണ്.
അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രസമായിരിക്കും കേട്ടോ കാണാനൊക്കെ കറി. ഇപ്പോൾ വാപ്പച്ചിയും കൂടെ യൂസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് കളറൊന്ന് ഫെയ്ഡ് ആവാറുണ്ട്. അപ്പോൾ മരിച്ചീനിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹേസൂട്ടനും കിഴങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ അത് കഴിച്ചിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട് സലാഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്നലെ നമ്മൾ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, പിന്നെ ഇന്നാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോ ഐസ്ക്രീമിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേയിൽ നാളത്തെ വിശേഷം കാണാം. അപ്പോൾ ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ടാറ്റ.